ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. എക്സ്പെക്ട് ചെയ്ത അത്രയും നല്ല കെമിസ്ട്രി അല്ല, കണ്ടിരിക്കാവുന്നുള്ളൂ. അതെ, ഫാമിലി ഓഡിയൻസിന് പറ്റിയതാണ്. അല്ല, കൊള്ളാം, കുഴപ്പമില്ലാത്ത ഫിലിമാണ്, കണ്ടിരിക്കാം, ഇത്രയാണ്. അതെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു കാറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. മാരുതി എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ആ മാരുതി എന്ന് പറഞ്ഞ കാറിനെ കുറിച്ച് കൂടുതൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല ഒരു പടം തന്നെയാണ്, നമുക്ക് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കോംബോ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരെ ലവ് സ്റ്റോറിയും വലുതായിട്ട് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. ഒരു വുമൺ നമ്മൾ ലൈഫിലോട്ട് വരുമ്പം എങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വലിയ ലാഗ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച്, ആദ്യം വലിയ ഇതൊന്നുമില്ല എങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവും. പടം നല്ല പടമാണ്, നല്ല ഫാമിലിയായിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ല പടമാണ്. എന്താ പറയണ്ടേ, നല്ല ഒരു സേതുവിൻ്റെ വേറെ നേരത്തെ ഒരു പടം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ബെറ്ററാണ്. ആസിഫ് അലി ആയാലും എല്ലാം മമത ആയാലും ഒക്കെ നല്ല അഭിനയവും നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടിയും കഥയും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം, ഫാമിലിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് കാണാം. ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല സിനിമയാണ്, നല്ല സിനിമ. നല്ല അഭിനയമാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പഴയ ഒരു കാവും പറമ്പും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പഴയ നമ്മുടെ സ്കൂളിൽ പഠിച്ച ജീവിതത്തിലോട്ട് പോകാൻ പറ്റും. നല്ല സിനിമ, നല്ല പടം, കൊള്ളാം. കൊള്ളാം, നല്ല പടം, നല്ല പെർഫോമൻസ് ആണ്, കൊള്ളാം. നല്ല മൂവിയാണ്, കാണാൻ ഏറ്റവും നല്ല സൂപ്പർ മൂവിയാണ്, നല്ല രസമുണ്ട്. ആസിഫ് അലി നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ ഇതിലും മികച്ച ആസിഫ് അലിയുടെ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത് വല്ലാണ്ട് താല്പര്യം തോന്നിയില്ല. ഒന്നും ഈ കഥ പറയുമ്പോഴോ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നില്ല. അതിൽ ഉള്ളൊരു കോമ്പോൻ്റെ ആ ഒരു ഇതിലാണ് നമ്മളിത് വന്ന് കാണാൻ വിചാരിക്കുന്നത്. അതിൽ മമതയായിട്ടുള്ളൊരു ആ ഒരു കോമ്പനായിട്ട് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ വന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പടം കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാം. പക്ഷെ പടത്തിലേക്ക് വരുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. മുമ്പ് നമുക്ക് ഇതേപോലെ ഒരു സെയിം പ്ലോട്ടിലാണ് സൂസുദീപ് ആത്മീകം ചെയ്തേക്കുന്നത്. അത് നമുക്ക് പടത്തിലേക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യിച്ച് പടം കൊണ്ടുപോവുകയാണ്. ഇത് നമുക്ക് പടത്തിലോട്ട് ഒരു ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, പക്ഷേ നമുക്ക് പടത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സ്ലോ ആയിട്ടാണ് പടം ചെയ്തേക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. രണ്ടാമത്തെ ഒരു ഇത് നമുക്ക് കഥ തുടരുന്നു എന്നുള്ളൊരു സിനിമയുടെ ഒരു ഇതൊക്കെയാണ് നമ്മൾ ഒരു ചെറിയൊരു ഇതെങ്കിലും ആണ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ച് വരുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതൊന്നുമില്ല, വല്ലാത്ത രീതിയിൽ പടം ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ആണ്, പക്ഷെ അത് സെക്കൻഡ് ഹാഫ് തൊട്ട് പടം കണ്ടാലും പടം എന്താണെന്നുള്ളത് മനസ്സിലാവും. പെർഫോമൻസ് വൈസ് എല്ലാവരും ബെറ്ററാണ്, പക്ഷെ നല്ലൊരു തീമിനെ സ്ക്രിപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പടത്തിനെ മോശം പറയുന്നതല്ല, ഇതേ പ്ലോട്ടിൽ വേറെ പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റും. പോസിറ്റീവായിട്ട് പറയാമെന്ന് വെച്ചാൽ മോട്ടിവേഷണൽ ഫിലിമാണ്, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാവുന്ന ഫിലിമാണ്.